നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.5 meter has a radius of 1 centimeter and is made up of 500 turns. It carries current is 5 ampere. What is the magnitude of magnetic field inside a solenoid? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സോളിനോയിഡ് എന്നുള്ളത്. ഇതാണ് സോളിനോയിഡ്. സോ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇൻസൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സൈഡിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഔട്ട്സൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും 0 ആണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ സോളിനോയിഡ് ഓഫ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. പിന്നെ 1 സെന്റിമീറ്റർ റേഡിയസ്, 1 സെന്റിമീറ്റർ. ഇതിനെ തൽക്കാലം നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 1 into 10 raised to minus 2. 1 into 10 raised to minus 2. പിന്നെ അതേപോലെ മേഡപ്പ് ഓഫ് 500 ടേൺസ്. n എത്ര? 500. കറണ്ട് 5 ആംബിയർ. 5 ആംബിയർ. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ μ0 ni. μ0 ni. അപ്പൊ ഈ സ്മോൾ n നമ്മൾ കാണണം. സ്മോൾ n കാണാൻ ഒന്നുമില്ല. ഈ നമ്പർ ഓഫ് ടേൺ ഡിവൈഡ് ബൈ എൽ. നമ്പർ ഓഫ് ടേൺ ഡിവൈഡ് ബൈ എൽ ചെയ്യുമ്പോൾ 500 ബൈ 0.5. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ബൈ 0.5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 1. ഇതിന് 5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 2 എന്ന് എഴുതി കൂടെ. 500ന് എന്താവും? അത് ക്യാപിറ്റൽ എൻ എന്താവും? 5ഉം 5ഉം കട്ട് ചെയ്യും മുകളിൽ. 5ഉം 5ഉം കട്ട് ചെയ്യും. ഈ 10 മുകളിലേക്ക് വരുമ്പോൾ 1 ആവും. അപ്പോൾ 10 റേസ് ടു 3. 10 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 1000 ആണ് n. അപ്പം ഇനി നമ്മൾ എന്താക്കുക? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0 എന്ന് പറയുന്നത് 4π ഇൻറ്റു 10 റേസ് ടു മൈനസ് 7. n എന്ന് പറയുന്നത് കിട്ടി 10 റേസ് ടു 3. i എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 5 ആണ്. സോ 4π ഇൻറ്റു 10 റേസ് ടു മൈനസ് 6. 20π ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. 20 into 3.14 into 10 raised to minus 4, which is equal to 62.8 into 10 raised to minus 4. ഈ പോയിന്റിന് ഇങ്ങോട്ട് ഇടുമ്പോൾ 6.28 into 10 raised to minus 3 ടെസ്ല. 3 ടെസ്ല ആണ് ആൻസർ. ബൈ.